എനിക്കെതിരായിട്ട് ആരോ ദുർബന്ധവാദം ചെയ്തിരിക്കുന്നു. അത് മാറ്റണമെന്ന് പറഞ്ഞ് ധാരാളം പേര് വരുന്നു. ഈ മാതാവ് എല്ലായിടത്തും ഉണ്ട്, ഏത് ചെറിയ പള്ളിയിലും മാതാവുണ്ട്. പക്ഷെ വേളാങ്കണ്ണി പള്ളിയിൽ പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് പൂജയും കർമ്മവും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവർക്കത് ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒരു ശത്രുസംഹാരക്രിയ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അത് ഇന്നാരാണ് എന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെന്താമരയുടെ കേസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ജ്യോത്സ്യൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരെ അയൽവക്കത്തുള്ളവരെ കൊല്ലുന്നതും. അതെ, പക്ഷേ ഇയാളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ദിവസവും പ്രൊഡ്യൂസേഴ്സിൻ്റെ കാറാണ്. ഈ ഇങ്ങനെയുള്ളതിൻ്റെ പുറകെ പോകുന്നത് കാരണം അവരുടെ ടെൻഷനാണ്. കാരണം വലിയ തുകകൾ മുടക്കി സിനിമ എടുക്കുന്നു. ഇത്തരത്തിലുള്ള സൈക്കിക് ആയിട്ടുള്ള ആളുകൾ കൂടുതലും കലാകാരന്മാരായിരിക്കുമല്ലോ, അതെന്തുകൊണ്ടാണ്? അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റാണ് ഈ ഈസ്തെറ്റിക് സ്റ്റേറ്റ്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കൊടുക്കുന്ന ഒരാൾ. അയാൾക്ക് ഇങ്ങനെ മണി ഓർഡർ വരും, കണക്കില്ലാതെ മണി ഓർഡർ വരും. അപ്പോൾ ഇയാൾ ഈ ചാത്തൻ ശാപ ഉപയോഗിച്ച് ഉദ്ദിഷ്ട കാര്യം സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ് ജനം വിശ്വസിക്കുന്നത്. ഇതനുസരിച്ച് കണക്കില്ലാതെ ആളുകൾ മണി ഓർഡർ അയക്കും. അപ്പം ഞാൻ ഇയാളെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ഇയാൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു. ഇയാളുടെ ഉപാസന മൂർത്തിയുടെ അടുത്ത് വലിയൊരു നിലവിളക്ക് വെച്ചിട്ടുണ്ട്. ആ നിലവിളക്കിൻ്റെ അടിയിൽ കണക്കില്ലാതെ മണി ഓർഡർ കൂപ്പൻസ് കിടക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ദിവസം ഒരു പ്രാവശ്യം ഒരു പൂജ ചെയ്യും, അതുകൊണ്ട് ഈ മണി ഓർഡർ അയക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രയോജനം കിട്ടും. അപ്പോൾ ഇയാൾ ആ പാടെ അരമണിക്കൂറോ 3/4 മണിക്കൂറോ എടുത്ത് ട്രഡീഷണലായിട്ടുള്ള ഒരു പൂജയാണ് ചെയ്യുന്നത്. പക്ഷേ ദിവസവും ഇങ്ങനെ മണി ഓർഡർ വന്ന് കൂടുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് തട്ടിപ്പല്ലേ? കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ മണി ഓർഡർ കൂപ്പണൊന്നും വായിക്കാറ് പോലുമില്ല. അതും പോസ്റ്റ്മാൻ മണി ഓർഡർ കൂപ്പൺ കൊടുക്കും, കാശും കൊടുക്കും. ഇയാളെ അതേപോലെ ഇതെല്ലാം കൂടെ കെട്ടി അവിടെ ഇടുക. അയാൾ പറയുന്നതല്ല, കാരണം ഞാൻ പൂജ ചെയ്യുന്നുണ്ടല്ലോ. അത് അതിൻ്റെ അടുത്താണ് ഈ വിളക്ക് വെച്ചിരിക്കുന്നത്. ആ വിളക്കിൻ്റെ അടിയിൽ ഞാൻ ഇത് ഇടുന്നുണ്ട്, മണി ഓർഡർ കൂപ്പൺസ്. അത് ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇയാൾ കണക്കില്ലാതെ പൈസ ഓരോ ദിവസം വരും. ഇയാൾ അല്ലെങ്കിലും ചെയ്യുന്ന ഒരു പൂജ അവിടെ ചെയ്യും. അപ്പോൾ ഇയാൾ വിശ്വസിക്കുന്നത്, ഇയാൾ ഉപാസന ചെയ്യുന്ന ദൈവം ഇയാൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആളുകൾക്ക് ഗുണം കിട്ടുന്നത് കോയിൻസിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സജസ്റ്റീവ് എഫക്റ്റ് ആയിരിക്കാം. കുറേ പേർക്ക് ഇത് പ്രയോജനം കിട്ടിയില്ലെങ്കിലും അവരത് വെളിയിൽ പറയാത്തതുകൊണ്ട് ആളുകൾ അറിയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള സൈക്കിക് ആയിട്ടുള്ള ആളുകൾ കൂടുതലും കലാകാരന്മാരായിരിക്കുമെന്ന്. അതെന്തുകൊണ്ടാണ്? അതായത് ഈ പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഒരു റിലേറ്റീവ്ലി ഹൈ സ്റ്റേറ്റാണ് ഈസ്തെറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹോളിഗ്രേറ്റീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സാധാരണ സ്പിരിച്വൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റാണ് ഈ ഈസ്തെറ്റിക് സ്റ്റേറ്റ്. അതുകൊണ്ട് ഒരാൾ കലാകാരനാകണമെന്നില്ല, പക്ഷെ അയാൾക്ക് കലാത്മകത ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഈ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്നത് തൊട്ട് താഴെയുള്ള ഒരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് ഈ സൈക്കിക്കായിട്ടുള്ള അനുഭവങ്ങൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞെന്ന് വരും പെട്ടെന്ന്, അല്ലെങ്കിൽ അത് നാച്ചുറലായിട്ട് വന്നെന്ന് വരും. അവരെയാണ് സാധാരണ സൈക്കിക്സ് എന്ന് പറയുന്നത്. സൈക്കിക്ക് 2 തരത്തിലുണ്ട്. ക്രൈസിസ് സൈൻ എന്നൊന്നുണ്ട്. ഭയങ്കരമായ സ്ട്രെസ്സ് കൊണ്ട് ചിലപ്പോൾ സൈക്കിക്ക് പാർട്ട് വൈസ് ഓപ്പൺ അപ്പ് ആയെന്ന് വരാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഗ്രോത്ത് കൊണ്ടും ഓപ്പൺ അപ്പ് ആയെന്ന് വരാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതലും ഈ അന്ധവിശ്വാസങ്ങൾ പെരുകൊണ്ടിരുന്നത് സിനിമാ മേഖലയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏകദേശം പോകുന്നത്. അപ്പം അതിൽ അവർ കൂടുതൽ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള സൈക്കിക് എനർജികൾ അല്ലെങ്കിൽ ആ ഫീലിങ്സ് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നതുകൊണ്ടാണോ? അതായത് ഇപ്പം ഒരു നടൻ ചെയ്യുമ്പോൾ ഒരു വേഷം അവരിലേക്ക് പകർന്നാടുകയല്ലേ ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള എനർജികളെ ഇങ്ങനെ മാറി മാറി ചെയ്യുന്നത് കൊണ്ടാണോ ഇവർക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്? ഈ സിനിമാക്കാർ
ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ടുള്ളത് പ്രൊഡ്യൂസേഴ്സാണ്. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ഒരതിർത്തി വരെ ഈ ലക്കിടിപ്പ് പോലെയാണ്. കാരണം ഒരുപാട് കോടികൾ മുടക്കിയാണ് ഒരു സിനിമ എടുക്കുന്നത്. ഒരു സിനിമ ഭയങ്കരമായിട്ട് പരാജയപ്പെട്ട അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡ്യൂസർ പോപ്പറായിട്ട് മാറിയെന്നത്. അപ്പോൾ ഇങ്ങനെ വളരെയധികം റിസ്ക് എടുക്കുന്ന ജോലികൾ ചെയ്യുന്നവരാണ് ഇങ്ങനെയുള്ളവരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു ഡിസ്റ്റൻറ്റ് റിലേഷൻ ഉണ്ടായിരുന്നു. അയാൾ പേര് പറയുന്ന അയാൾ മരിച്ചുപോയി. എൻ്റെ പേര് പറയുന്നതുകൊണ്ട് ദോഷമില്ല. അയാളുടെ പേര് കോര എന്നായിരുന്നു. അയാൾ ചീഫ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് കുറച്ച് മുമ്പേ ഇയാളുടെ പേരിൽ ഒരു അഴിമതി കേസ് വന്നു. അപ്പോൾ ഇയാൾ സസ്പെൻഷനിൽ പോയി. അതൊരു വലിയ ടെൻഷനുള്ള സന്ദർഭമായിരുന്നു. കാരണം ഇയാൾ അഴിമതിക്കാരനാണെന്ന് എൻക്വയറിയിൽ തെളിഞ്ഞാൽ പിന്നെ പെൻഷൻ കിട്ടത്തില്ല, മാനക്കേടുമൊക്കെയാണ്. അപ്പോൾ ആ ടെൻഷനിൽ ഇയാൾ എൻ്റെ അസ്ട്രോളജേഴ്സിനെ കൺസൾട്ട് ചെയ്തു. ഇയാൾ ഭയങ്കര ഇൻ്റലിജൻ്റാണ്. അപ്പോൾ അസ്ട്രോളജേഴ്സിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഓരോ അസ്ട്രോളജറും ഓരോ തരത്തിൽ പറയുന്നു. അപ്പോൾ ആൾ മിടുക്കനാണ്, ഇൻ്റലിജൻ്റാണ്. ഇയാൾ പെട്ടെന്ന് അസ്ട്രോളജി പഠിച്ച് തന്നെത്താനെ ഫലം നോക്കി. അപ്പോൾ ഫലം നോക്കി ഇയാൾക്കത് വിശ്വാസം വന്നോ ഇല്ലയോ എന്നറിയാൻ വയ്യ. അപ്പോൾ ഇയാളായാലും വെറുതെ ഇരിക്കുകയാണ്, സസ്പെൻഷനിൽ പോവുകയാണ്, സസ്പെൻഷനിലാണ്. അപ്പോൾ ഇയാൾ അസ്ട്രോളജി നന്നായിട്ട് പഠിക്കുകയും ചെയ്തു, പല പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ഇയാൾ നേരെ മദ്രാസിലേക്ക് പോയി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അസ്ട്രോളജി. അയാൾ സിനിമാക്കോര എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സിനിമാക്കോര. അപ്പോൾ ഇങ്ങനെ ഒരു ചീഫ് എഞ്ചിനീയർ അസ്ട്രോളജറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസേഴ്സെല്ലാം ഇയാളെ ചെന്ന് കാണുകയാണ്, ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കും. അപ്പോൾ ഇയാൾക്ക് ശമ്പളത്തിനേക്കാളും കൂടുതൽ എമൗണ്ട് പ്രാക്ടീസ് വഴി കിട്ടാൻ തുടങ്ങി. അപ്പോൾ സസ്പെൻഷൻ പീരീഡിൽ വേറെ എന്തുവാണോ ജോലി ചെയ്യാം. അപ്പോൾ അവസാനം ഇയാളെ സസ്പെൻഷനിൽ നിന്ന് പിൻവലിച്ചു. ഇയാളുടെ അലിഗേഷൻസ് ഫാൾസ് ആണെന്ന് എൻക്വയറി കമ്മിറ്റി പറഞ്ഞു. അപ്പോൾ ഇയാൾ രക്ഷപ്പെട്ടു. അപ്പോഴത്തേക്ക് ഇയാൾ റിട്ടയർ ചെയ്തു. അപ്പോൾ ഇയാൾ വിചാരിച്ച് ഇനിയിപ്പോൾ അസ്ട്രോളജി പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എറണാകുളം അടുത്താണ് ഇയാളുടെ വീട്. ഇയാൾ വീട്ടിൽ വന്ന് പ്രാക്ടീസൊക്കെ മതിയാക്കി. പക്ഷേ ഇയാളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ദിവസവും പ്രൊഡ്യൂസേഴ്സിൻ്റെ കാറാണ്. പ്രൊഡ്യൂസേഴ്സെല്ലാം നേരെ ഇയാളുടെ വീട്ടിൽ വരികയാണ്. ഇയാൾ മരിക്കുന്നവരെ ഭയങ്കര ഹെവി പ്രാക്ടീസായിരുന്നു. അപ്പം അതിൻ്റെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇങ്ങനെയുള്ളതിൻ്റെ പുറകെ പോകുന്നത് കാരണം അവരുടെ ടെൻഷനാണ്. കാരണം വലിയ തുകകൾ മുടക്കി സിനിമ എടുക്കുന്നു. അപ്പോൾ ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി, അത് മാത്രമല്ല തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളും ദുഷ്ക്രിയകളും ചെയ്യുന്ന ഒരുപാട് നടന്മാരും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം അവരെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിലൊരു സൈക്കിക് എനർജി ഉണ്ട് എന്നുള്ളൊരു തോന്നൽ തന്നെയായിരിക്കും. ഈ മനുഷ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലും അവരുടെ ഭയം കുറയ്ക്കാനാണ്. കാരണം അവർക്ക് തന്നെ ഉള്ളിലറിയാം ഇത് ചിലപ്പോൾ വെറുതെ ആയിരിക്കും, എങ്കിലും തൽക്കാലം ഭയം കുറയ്ക്കാൻ വേണ്ടി. അത് ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ പോകുന്നത് മാത്രമല്ല, ഇപ്പോൾ പള്ളികളിൽ പോവുക, ഇപ്പോൾ വേളാങ്കണ്ണി പള്ളിയിൽ പോവുക. അവിടെ മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. ഈ മാതാവ് എല്ലായിടത്തും ഉണ്ട്, ഏത് ചെറിയ പള്ളിയിലും മാതാവുണ്ട്. പക്ഷെ വേളാങ്കണ്ണി പള്ളിയിൽ പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നൊരു വിശ്വാസം. അപ്പോൾ ഇവിടുന്ന് നേരെ വേളാങ്കണ്ണി വരെ പോയി അവിടെ പൈസ ഇട്ട് കഴിയുമ്പോൾ അവരുടെ ഭയം കൺട്രോൾഡാകും. അപ്പോൾ ആ ഭയം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മുമ്പോട്ട് പോകാനൊരു ധൈര്യം കിട്ടുക. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ആ ധൈര്യം ഉണ്ടെങ്കിലേ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരാൾ മറ്റൊരാൾ നശിക്കാൻ വേണ്ടിയിട്ട് പൂജ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നു, അയാൾ അറിയാതെ അയാളുടെ ജീവിതം മോശമാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അയാൾക്കത് അറിയുക പോലും ഇല്ല. നമ്മൾ ഇത്തരത്തിൽ ഒരു കാര്യങ്ങളും ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ മറ്റൊരാൾക്ക് മോശം വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പൂജയും കർമ്മവും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അത് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അവർക്കത് ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്, അവർ പോലും അറിയാതെ. ഇപ്പോൾ രാഹുലിന് ഒരു തോന്നലുണ്ടാകുന്നു എന്ന് വിചാരിക്കുക. രാഹുലിന് വിചാരിക്കുന്ന കാര്യങ്ങളും പലതും നടക്കുന്നില്ല. വീട്ടിൽ പശു ചാകുന്നു,
ഇങ്ങനെ പല ദുർനിമിത്തങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ രാഹുലിനൊരു സംശയം, രാഹുലിനെതിരായിട്ട് ആരോ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടോ. അപ്പോൾ രാഹുൽ നേരെ പോയി ഒരു അസ്ട്രോളജറെ കാണും, ഇങ്ങനെ പ്രശ്നം അവതരിപ്പിക്കുന്നു. അപ്പം അസ്ട്രോളജർ 99% പറയും രാഹുലിനെതിരായിട്ട് ശത്രുക്കൾ ദുർമന്ത്രവാദം ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ പറയും അത് മീശയുള്ള ഒരാളാണ്, നല്ല പൊക്കമുണ്ട്, പിന്നെ അയാളുടെ വീട്ടിൻ്റെ അടുത്തൊരു കുളമുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. രാഹുൽ ആലോചിക്കുമ്പോൾ ശരിയാണ്, അങ്ങനെ ഒരാളുണ്ട്, അയാൾക്ക് എന്നോട് വലിയ അസൂയാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ദുർമന്ത്രവാദം ചെയ്യുന്നു എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ സമൂഹത്തിൽ പടർന്നിരിക്കുന്നു. എനിക്ക് ഒരുപാട് മന്ത്രവാദികളെ പരിചയമുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് ഈ ദുർമന്ത്രവാദം അല്ലെങ്കിൽ മറ്റൊരുത്തനെ കൊല്ലണം എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ ആളുകൾ വരാറുണ്ട്, അത് വളരെ അപൂർവമാണ്. കാരണം സാധാരണ മനുഷ്യർക്കെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസമുള്ളവർക്കറിയാം, നമ്മൾ മറ്റൊരാൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യിക്കുകയോ ചെയ്താൽ നമുക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നവർ. അതുകൊണ്ട് വളരെ അപൂർവമായിട്ട് വേറൊരാൾക്കെതിരായിട്ടൊരു കർമ്മം സാധാരണഗതിയിൽ ചെയ്യിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്യിക്കുന്നവരുണ്ട്, പക്ഷെ അത് വളരെ അപൂർവമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ കോമൺ അല്ല. നേരെ മറിച്ച് എനിക്കെതിരായിട്ട് ആരോ ദുർമന്ത്രവാദം ചെയ്തിരിക്കുന്നു, അത് മാറ്റണമെന്ന് പറഞ്ഞ് ധാരാളം പേര് വരുന്നു. ഇപ്പോൾ ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓഫീസ് റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരിചയമുള്ള ഒരു മന്ത്രവാദി അവിടെ വന്നു. അപ്പോൾ എന്തിനാണ് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ശത്രുസംഹാരക്രിയ ചെയ്യാനാണ് വന്നിരിക്കുന്നത്, അത് ഇന്നാരാണ് എന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചത്, അങ്ങനെ അയാൾ വളരെ മാന്യനായ ഒരാളാണല്ലോ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദറാണ്, അയാളിങ്ങനെ ഒരു ശത്രുസംഹാരക്രിയ ചെയ്യിക്കാൻ സാധ്യത കുറവാണല്ലോ, എന്താണ്? അപ്പോൾ ഇയാൾ പറഞ്ഞു, അയാൾക്കെതിരായിട്ട് ഒരാൾ അങ്ങേയറ്റം ഹീനമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു, ഇപ്പം അയാളെ നശിപ്പിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. അത് അയാൾ തന്നെയും ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, അതല്ലാതെ മന്ത്രവാദം അല്ലാത്ത രീതിയിലും എന്നെ നശിപ്പിക്കാൻ വേണ്ടി അയാൾ പലതും ചെയ്യുന്നു. അപ്പം എനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇയാളെ നശിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു തീരെ ഗതികെട്ടുകൊണ്ടാണ് ഞാൻ താങ്കളെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാളും കേട്ടപ്പോൾ ശരിയാണ്, ഇയാളെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നു, അല്ലെങ്കിൽ ദ്രോഹിക്കുന്നതായിട്ട് അയാൾ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെന്താമരയുടെ കേസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ജ്യോത്സ്യൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരെ അയൽവക്കത്തുള്ളവരെ കൊല്ലുന്നതും. അതെ, അത് യഥാർത്ഥത്തിൽ പോയി കൊല്ലുകയല്ലേ. അതവിടെ ജ്യോത്സ്യൻ പറഞ്ഞ ജ്യോത്സ്യന്മാരെല്ലാം അത് പറയും. ഇപ്പം രാഹുൽ ഏതെങ്കിലും ജ്യോത്സ്യനെ കണ്ട് രാഹുലിന് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയും, തങ്ങൾക്കെതിരായിട്ട് ഒരാൾ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ട്, അയാൾ ഇന്ന ലക്ഷണങ്ങളുള്ള ആളാണ്. ഇപ്പോൾ രാഹുൽ അത് വിശ്വസിക്കുകയാണെങ്കിൽ അയാളെ പോയി കൊന്നെന്നും വരും. അപ്പോൾ ഇതിനകത്ത് പാരാസൈക്കോളജി ഒന്നുമില്ല, ജ്യോത്സ്യൻ വെറുതെ ഒരു തട്ടിയതാണ്. അത് രാഹുൽ വിശ്വസിച്ച് ചിലപ്പോൾ അയാളെ പോയി ഇടിച്ചെന്നോ ഒക്കെ വരും. അതിൽ പാരാസൈക്കോളജി ഒന്നുമില്ല.